നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പയ്യന്നൂരിലെ ഒരു പത്രവിതരണക്കാരനും അതിലുപരി നാടക നടനുമായ KC കൃഷ്ണനാണ്. അദ്ദേഹത്തിന് ഇപ്പം ഒരു ഗുരുപൂജ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അറിയാത്തവരായി പയ്യന്നൂർ ടൗണിൽ നേരം പുലരുമ്പോൾ എത്തി വൈകുന്നേരം വരെ പയ്യന്നൂരിൻ്റെ നിറസാന്നിധ്യമാണ് അദ്ദേഹം. പയ്യന്നൂർക്കാർക്ക് സുപരിചിതനും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ തൻ്റെ പൊതുജീവിതത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. 2026 കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് എനിക്ക് കിട്ടി. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ അഭിനയ രംഗത്ത് വന്നിട്ട് ഏകദേശം 51ാമത്തെ കൊല്ലമാണ്. 1975 ഞാൻ അഭിനയ രംഗത്തേക്ക് വന്നത്. 1923 ചലച്ചിത്ര അക്കാദമിയുടെ അവാർഡ്, ഏറ്റവും നല്ല സഹനടനുള്ള ജൂറിയുടെ പ്രത്യേക പുരസ്കാരം അവാർഡ് എനിക്ക് 2024 ലഭിച്ചിരുന്നു. അഭിനയ ജീവിതത്തിൻ്റെ 50ാം വർഷം പൂർത്തിയാകുന്ന സമയത്ത്. അതിനുശേഷം ഇപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് ലഭിക്കുന്നത്. ഇതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്താ അവാർഡാണ് ലഭിച്ചതെന്ന് പറഞ്ഞേ? ഗുരുപൂജ അവാർഡ്. അപ്പൊ നിങ്ങൾ കുറെ നാടകത്തിൽ അഭിനയിച്ചിട്ടില്ലേ? ഞാൻ നാടകത്തിൽ അഭിനയിച്ചു പറഞ്ഞാൽ എത്രയോ നാടകത്തിൽ അഭിനയിച്ചു. തെരുവ് നാടകങ്ങൾ, പ്രചരണ നാടകങ്ങൾ, മത്സര നാടകങ്ങൾ, ആകാശവാണി നാടകങ്ങൾ, മറ്റ് സ്റ്റേജ് നാടകങ്ങൾ, അമേച്ചർ കലാസമിതിക്ക് വേണ്ടിയിട്ടുള്ള നാടകങ്ങൾ, അങ്ങനെ എത്ര നാടകത്തിൽ അഭിനയിച്ചു എന്നുള്ളത് എനിക്ക് തന്നെ ഓർമ്മ. ഇപ്പൊ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ടോ? ഇപ്പൊ നാടകമല്ല, ഇപ്പൊ സിനിമയാണ് ചെയ്യുന്നത്. ഇലക്ഷന് ശേഷം 2 സിനിമ ഇനി ചെയ്യാൻ ബാക്കിയുണ്ട്. നിങ്ങൾ ഏതോ ഒരു സിനിമയിൽ അഭിനയിച്ചില്ലേ അടുത്ത കാലത്ത്? ഏതാത്? ഞാൻ 26 സിനിമയിൽ ഇപ്പം നിലവിൽ അഭിനയിച്ചു. റിലീസായ സിനിമകൾ ഏതാ? ഏത് റിലീസായ സിനിമ? റിലീസായ സിനിമ ഏറ്റവും നന്നായിട്ട് ഓടിയത് മധു കൈതപ്പുറത്തിന്റെ മദ്യവേനൽ എന്ന സിനിമയാണ്. അതുപോലെ മനോജ് കാനയുടെ ചായില്യം, അത് സന്തോഷ് പെരിങ്ങാനത്തിന്റെ മറ്റേ എന്താ പറയണ്ടത്, അതിന്റെ പേര് മറന്നുപോയി. അങ്ങനെ കുറെ സിനിമ റിലീസായിട്ടുണ്ട്. മുട്ടായികളിലും മമ്മാലിയും, അംബുജാക്ഷൻ നമ്പ്യാരുടെ മുട്ടായികളിലും മമ്മാലി എന്ന സിനിമ. അപ്പോൾ നിങ്ങൾ പിന്നെ ഇപ്പോൾ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. നാടകത്തിന് ഇപ്പോൾ എന്തോ ഒരു മൂല്യച്യുതി വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ഇപ്പം അഭിനയിക്കുന്നില്ല, ഇപ്പം അധികം സിനിമയിലാണ് അഭിനയിക്കുന്നത്. നാടകം പണ്ടേത്തതുമാതിരി ഇപ്പൊ അമേച്ചർ കലാസമിതിയുടെ നാടകങ്ങൾ ഇപ്പൊ കുറവാണ്. അപ്പൊ അതിലും മെനക്കെടാനുള്ള ഒരു വിഷമമുണ്ട്. നിങ്ങളൊരു ഇടതുപക്ഷ സഹയാത്രികനാണോ? ഇടതുപക്ഷ സഹയാത്രികനാണ്. ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നാടകങ്ങളാണ് ഞാൻ തെരുവ് നാടകങ്ങൾ അവതരിപ്പിച്ചത്. ഇപ്പൊ ഇലക്ഷനൊക്കെ വരുന്നതല്ലേ? ഇപ്പൊ നിങ്ങളിപ്പോ നാടകത്തിൽ അഭിനയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഞാൻ വീണ്ടും അഭിനയിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. എന്നും അഭിനയിക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. ഇപ്പൊ സിനിമ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ സിനിമ ഇപ്പൊ ഇലക്ഷൻ ആയതുകൊണ്ടാണ്, ഇലക്ഷൻ വരുന്നതുകൊണ്ടാണ്. വല്ല കലാകാരന്മാർക്ക് വല്ല പെൻഷനും വാങ്ങുന്നുണ്ടോ? കലാകാരന്മാരെ പെൻഷനൊന്നുമില്ല. നിങ്ങൾക്കില്ല? എനിക്ക് നേരത്തെ ഞാൻ തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന അതുമായി ബന്ധപ്പെട്ട കൊണ്ടുള്ള ക്ഷേമ പെൻഷനും പ്രൊവിഡന്റ് ഫണ്ടിന്റെ പെൻഷനും ഉണ്ട്. ചെറിയ പൈസയേ ഉള്ളൂ. ഇപ്പൊ നിങ്ങള് എല്ലാവർക്കും പയ്യന്നൂർ ടൗണിൽ രാവിലെ നിങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ എന്തോ പത്ര വിതരണം ചെയ്യുന്നുണ്ടോ? കുറച്ച് പത്രം ഞാൻ വിതരണം ചെയ്യും. ഏത് പത്രം വിതരണം ചെയ്യുന്നത്? അത് ദേശാഭിമാനിയാണ്. നേരത്തെ കേരള കൗമുദിയിൽ ഉണ്ടായിരുന്നു, ഇപ്പം ദേശാഭിമാനി മാത്രമേ ഉള്ളൂ. നിങ്ങളെ മകനും ഈ മേഖലയിലാണ്, പത്രമേഖല? മകനാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളത്. ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ അല്ലേ? എന്താണ് വേറെന്താ പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച്? വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങളായിട്ട് സംസാരിക്കാൻ ഈ ഇതിലെ ചാനലിലെ പ്രേക്ഷകരായിട്ട് സംവദിക്കാൻ എനിക്ക് അവസരം കിട്ടിയത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും എനിക്ക് അഭിനയിക്കുന്ന ആഗ്രഹമുണ്ട്. അതിനുള്ള പ്രോത്സാഹനം ജനങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏറെ സന്തോഷമുണ്ട്. സന്തോഷം.